എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സൈനസൈറ്റിസ്. സൈനസൈറ്റിസ് ഇന്ന് കോമൺ ആയിട്ട് കാണുന്നുണ്ട് പലരിലും, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളിലൊക്കെ വരെയും ഇന്ന് സൈനസ് ഉണ്ട്. അപ്പോൾ ഈ സൈനസ് പ്രധാനമായിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും അതുപോലെ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നും അതുപോലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ സൈനസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബ്രെയിനിലെ തലയോട്ടിയിലുള്ള എയർ ഫില്ലായിട്ട് അവിടെ ചെറിയ അറകൾ പോലെ ഉള്ളതിനെയാണ് നമ്മൾ ഈ സൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത് വരുന്നത് ശരിക്കും നമ്മുടെ കണ്ണിനോട് ചേർന്നിട്ട് മൂക്കിന്റെ രണ്ട് സൈഡിലുമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഇൻഫെക്ഷൻസ് വന്ന് അടിഞ്ഞിട്ട് അതിനെയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. പിന്നെ ഒന്ന് മെയിനായിട്ട് ഹെറിഡിറ്ററി ആയിട്ടും സൈനസൈറ്റിസ് കാണാറുണ്ട്. അപ്പോൾ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള തലവേദന വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ തലയ്ക്കൊരു ഹെവിനെസ്, ഒരു വെയിറ്റ് പോലെ, പ്രത്യേകിച്ച് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു വെയിറ്റ് പോലെ തോന്നാം. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും നമുക്ക് ചെറിയ രീതിയിലുള്ള, ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ടൊരു ചെറിയ പെയിൻ പോലെ വരാറുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ചില ആൾക്കാരിൽ സ്മെല്ല് നമുക്ക് പെട്ടെന്ന് നമുക്കത് അറിയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിന്റെ റീസൺസ്, കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് എക്സസീവ് ആയിട്ടുള്ള സ്മോക്ക് പ്രശ്നമാകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള അലർജി പ്രോബ്ലംസ് ഉള്ള ആൾക്കാരിലും ഈ പ്രശ്നങ്ങൾ കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ, അതും ഇതിനൊരു പ്രധാന കാരണമാണ്. പിന്നെ ചില ആൾക്കാരിൽ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴും ഇത് പ്രത്യേകിച്ച് നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ആകുമ്പോഴും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ പെട്ടെന്ന് ചൂടിൽ നിന്ന് തണുപ്പിലോട്ട് മാറുമ്പോഴും ഒക്കെ നമുക്ക് ഈ പ്രോബ്ലങ്ങൾ കാണാറുണ്ട് പലരിലും. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ചില പേഷ്യൻസ് പറയാറുണ്ട് ഇങ്ങനെ അവരൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് എക്സസീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ വരാം. കുട്ടികളിലാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ അഡിനോയിഡിന്റെ പ്രോബ്ലം ഉള്ള കുട്ടികൾ, അതുപോലെ ടോൺസിൽസിന്റെ പ്രശ്നമുള്ള കുട്ടികൾ, പിന്നെ ചെറിയ പോളിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളിലും ഇത് കാണാറുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഴിവതും നമ്മൾ തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് തണുത്ത ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കുന്നത്, അതുപോലെ നമ്മുടെ പാല്, തൈര് ഇങ്ങനെയുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസുകൾ, തണുത്ത ജ്യൂസ് ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ചും ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ സൈനസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ആവി പിടിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കുറയുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ തുളസി ഇല, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത്, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആവി പിടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കഫം നന്നായിട്ട് ഇളകി വരുന്നതാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്യണം. അതൊരു സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ അത് കഫം ഇളകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം നമ്മൾ ആവി പിടിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചേഞ്ച് അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ട് ചെറിയ ഉപ്പിട്ടിട്ട് കഴിക്കുന്നതും ഇതിന് കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സൈനസ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക. അതല്ല പിന്നെ അത് പോകുന്നത് നമുക്ക് ബ്രെയിനിലോട്ട്, ഹെഡിലോട്ട് ചെല്ലുവാണെങ്കിൽ അത് മൈഗ്രെയിൻ ആവും. പിന്നെ അത് ലങ്സിലോട്ട് വരുവാണെങ്കിൽ ആസ്മറ്റിക് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സൈനസൈറ്റിസ് പ്രോബ്ലം ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് ആവി പിടിക്കുക. പിന്നെ പ്രത്യേകിച്ച് കണ്ടിന്യൂസ് ആയിട്ട് തല കുളിക്കുന്നവരാണെങ്കിൽ അത് നമ്മൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നതും ആഴ്ചയിൽ 1-2 ദിവസമായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഒരു സൈനസൈറ്റിസിന്റെ സ്റ്റേജിലോട്ട് പോകാതിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നന്നായിട്ട് ആവി പിടിക്കുകയും, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആവി പിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ സിവിയർ ആകുമ്പോഴാണ് പിന്നെ നമുക്ക് പനി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.